ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ UDF ചരിത്ര വിജയമാണ് നേടിയത്. അതിലും ചരിത്രം സൃഷ്ടിച്ച ഒരു മണ്ഡലമുണ്ട്, പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഫാത്തിമ തഹ്ലിയ അവിടെ നിന്നും വിജയിച്ചപ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA ആയി മാറുന്നു എന്നുള്ളതാണ്. തഹ്ലിയ നിയുക്ത MLA ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ്, വലിയൊരു വിജയമാണ്. താങ്ക് യു. അതെ, ഒരു വലിയ വിജയം പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലുണ്ടായി. അതിന് ആത്മാർത്ഥമായി എന്നോടൊപ്പം ഇത്രയും കാലം നടന്നിട്ടുള്ള ഓരോ ആളുകളോടും നന്ദി പറയുകയാണ്. പേരാമ്പ്രയിലുള്ള ജനങ്ങളോട് ഈ ഒരു വലിയ അവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണത്. അപ്പം അവരുടെ കഠിനാധ്വാനവും അവരുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളും ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് അവരോട് എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി പറയുന്നു. ഇനിയിപ്പം ആദ്യത്തെ വനിതാ MLA ആയി പലരും പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. പലപ്പോഴും അതായത് ഈ ഒരു പ്രഖ്യാപനങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ചിട്ടുള്ള ആളാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇനിയൊരു വനിതാ മന്ത്രി എന്നൊരു സ്വപ്നം ലീഗ് എന്ന് യാഥാർത്ഥ്യമാണ്. അതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ വരുന്നത് വരെ, ആ സമയം വരെ എനിക്കറിയില്ല ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന്. അങ്ങനെ പ്രഖ്യാപനം നടത്തിയത് തങ്ങളാണ്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയാവണമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് തങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യവും മുന്നോട്ട് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഭാവനയോ പോലും അല്ല. അതൊക്കെ തീരുമാനമെടുക്കുന്നത് ബഹുമാനപ്പെട്ട നേതാക്കന്മാരാണ്. അവരിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളാണ് ഇതൊക്കെ. ഇതിൽ ഞാൻ അഭിപ്രായം പറയുന്നത് കൊണ്ടും പറയാത്തത് കൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറ്റൊന്ന്, ഈ കുറ്റിച്ചിറ എന്ന് പറയുന്ന ഒരു ഭാഗ്യ മണ്ഡലമായിട്ട്, ഒരു ഭാഗ്യ ഡിവിഷനായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം അവിടെ കൗൺസിലറായിരുന്ന CH മുഹമ്മദ് കോയ പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. മകൻ MK മുനീർ കേരളത്തിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായി. മൂന്നാമത് അവിടെ നിന്നൊരു MLA വരുന്നത് ഫാത്തിമ തഹ്ലിയാണ്. അതെ, കുറ്റിച്ചിറയിൽ ഇലക്ഷൻ ഇറങ്ങിയ സമയം മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വോട്ട് ചോദിക്കാൻ വേണ്ടി കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പം വോട്ട് ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള ഉമ്മമാർ തലയിൽ കൈവച്ച് പറഞ്ഞിരുന്നു, ഇത് മോളെ മുകളിലേക്ക് കയറാനുള്ളതാണ്, ഇവിടെ കോർപ്പറേഷനിൽ നിൽക്കുക. അപ്പോഴൊക്കെ ഞാൻ ചിരിച്ചു. കാരണം എനിക്ക് അറിയുന്ന കാര്യമേ അല്ല ഇതൊന്നും. പക്ഷെ അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളും വികാരങ്ങളുമാണ് അവർ പ്രകടിപ്പിച്ചത്. അതിനുശേഷം പേരാമ്പ്രയിൽ മത്സരിക്കാൻ പോയപ്പം കുറ്റിച്ചിറയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ദിനം പ്രതി വന്നു. അവർ വോട്ട് ചോദിച്ചു. പലരെയും എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അവർ അവിടെ വന്നു. അവർക്ക് അറിയുന്ന രൂപത്തിൽ അറിയുന്ന ആളുകളെ കണ്ട് വോട്ട് ചോദിച്ചു മടങ്ങി. ഇന്നലെ ഞാൻ കുറ്റിച്ചിറ പോയപ്പം അവർ വളരെ ആഹ്ലാദപൂർവ്വമാണ് എന്നെ സ്വീകരിച്ചത്. പറഞ്ഞത് ഞങ്ങളുടെ MLA ആണ് എന്നുള്ള രൂപത്തിലാണ്. അങ്ങനെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് എന്നോട് ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. ഞാൻ വിശ്വസിക്കുന്നൊരു ആശയമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ധനമല്ല, അല്ലെങ്കിൽ ഭൂവസ്തുക്കളൊന്നുമല്ല, മനുഷ്യന്മാരാണ്. ആ ആളുകളുടെ ഹൃദയമാണ്. അവർ തരുന്ന പ്രാർത്ഥനയും പിന്തുണയാണ്. അതെനിക്ക് ആവോളം എന്ന് തന്നെ ഞാൻ പറയും. ഈ നാട്ടിലുടനീളമുള്ള ആളുകളിൽ നിന്ന് എനിക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് കുറ്റിച്ചിറക്കാർ, അവർ എനിക്ക് ഒരിക്കലും അറുത്ത് മാറ്റാൻ പറ്റാത്ത ബന്ധമാണ് നൽകിയിട്ടുള്ളത്. ഞാൻ പേരാമ്പ്രയിലേക്ക് പോകുമ്പോൾ എൻ്റെ അസറ്റ് എന്ന് പറയുന്നത് അവർ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. കുറ്റിച്ചിറയിൽ ജിന്നുകൾ വന്ന് വോട്ട് ചെയ്തു എന്ന് CH മുഹമ്മദ് കോയ സാഹിബ് മത്സരിച്ച സമയത്ത് ഒരു വലിയൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ മത്സരിച്ച സമയത്തും ഞാൻ പറഞ്ഞിരുന്നു, വിജയിച്ച സമയം ജിന്നുകൾ വന്ന്, ഈ ജിന്നുകൾ പോയിട്ടില്ല, ഇവിടെയുള്ള ജിന്നുകൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് പേരാമ്പ്രയിലും. പിന്നെ മറ്റൊന്ന്, ഈ പേരാമ്പ്രയിൽ തഹ്ലിയ ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു പ്രചരണം ഗൗമിലെക്കുട്ടി വരുന്നു, ഗൗമിലെക്കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ വിജയിച്ചത് ഗൗമിലെക്കുട്ടിയാണോ, ആരാണ് വിജയിച്ചത്? പേരാമ്പ്രയിലെ കുട്ടി എത്ര തവണ ഉത്തരം പറഞ്ഞു. നിങ്ങൾ വീണ്ടും ചോദിക്കരുത് എന്നോട്. ഇത്രയും കാലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് പറയേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുട്ടി തന്നെയാണ്, ഞങ്ങളെ കുട്ടിയാണെന്ന്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തു പറയാനാ? ജാതിമത ചിന്തകൾക്ക് അപ്പുറം, എല്ലാത്തിലും അപ്പുറം എന്നെ സ്വീകരിച്ചു. ഞാൻ അമ്പലങ്ങളിൽ പോയി, പള്ളികളിൽ പോയി, എന്നെ കാണാനും എന്നെ സ്വീകരിക്കാനും മകളായിട്ട് എനിക്ക് ആവോളം വാത്സല്യം തരാനും അവിടെയുള്ള ആളുകൾ എന്നോടൊപ്പം നിന്നു. അതിൻ്റെ വിജയമാണിത്. അവസാനം 2 ചോദ്യങ്ങൾ. പേരാമ്പ്രയിൽ ഏത് തരത്തിലുള്ള പദ്ധതികളാണ് ഇനി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാനത് കൃത്യമായിട്ട് എൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളില്ലാത്ത ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ ഞാൻ നഗരത്തിൽ നിന്നാണ് പോകുന്നത് എങ്കിൽ അവിടെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട്. കുടിവെള്ളം പോലും ഇല്ലാത്ത, നല്ല പാർപ്പിട സൗകര്യങ്ങളില്ലാത്ത, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടന്നിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ. ഒരു പാലവുമായി ബന്ധപ്പെട്ടിട്ട്, വീടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പോൾ ആ മേഖലയിലുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തം. അവരെന്നെ പ്രതീക്ഷിക്കുകയാണ്. അവർ നൽകിയിട്ടുള്ള വോട്ടുകൾ ആ രൂപത്തിൽ ഒരു പ്രതീക്ഷ നിറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും.
ഏറ്റവും അവസാനം ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഇപ്പോൾ പുറത്തു വരുന്നത് KC വേണുഗോപാലിനെയാണ് 47 MLA-മാരുടെ പിന്തുണ എന്നുള്ളതാണ്. ലീഗ് VD സതീശൻ, അതായത് ജനവികാരം മനസ്സിലാക്കണമെന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വത്തിൽ കോൺഗ്രസിനോട് പറയുന്നത്. എന്താണ് തഹ്ലിയുടെ? എൻ്റെ അഭിപ്രായം ഇതിലൊരു പ്രസക്തമല്ല. അത് പാർട്ടി പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി ലീഗിൻ്റെ അഭിപ്രായം UDF-നെ നേരിട്ട് തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ എൻ്റെ അഭിപ്രായത്തിന് യാതൊരു പ്രസക്തി. ജനവികാരം മനസ്സിലാക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയെ വരണം, അതങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് പറയാനാ? എന്തായാലും കൃത്യമായ ഉത്തരം തന്നെയാണ് ഫാത്തിമ തഹ്ലിയ നൽകിയത്. പേരാമ്പ്രയിൽ അടിസ്ഥാന വികസനത്തിനാണ് താൻ പ്രാമുഖ്യം നൽകുന്നത്. CH കുറ്റിച്ചിറയിൽ ജിന്നുകൾ വന്ന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ പേരാമ്പ്രയിലും ജിന്നുകൾ വോട്ട് ചെയ്ത സാഹചര്യം, ഒരു അനുഭവം തനിക്കുണ്ടായി എന്നുള്ളത് തന്നെയാണ് തഹ്ലിയ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് പാർട്ടി നിലപാടിനൊപ്പം നിൽക്കും എന്നുകൂടി അവർ വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.